ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ദ ട്രിക്ക് ഓഫ് കിച്ചു എന്ന ചാപ്റ്ററാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. സോ നമുക്കിതിൻ്റെ സമ്മറി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കിച്ചു ദ റാബിറ്റ് വാസ് എ വെൽ നോൺ വെജിറ്റബിൾ മെർച്ചൻറ്റ് ഇൻ ദ ലിറ്റിൽ മാർക്കറ്റ്. അപ്പോൾ അവിടെ ഒരു ലിറ്റിൽ മാർക്കറ്റ് തന്നെ ഉണ്ട്. അപ്പം അവിടുത്തെ ഒരു വെജിറ്റബിൾ സെല്ല് ചെയ്യുന്ന, അതായത് വെജിറ്റബിൾ വിൽക്കുന്ന ഒരാളാണ് ഈ ഒരു കിച്ചു എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു മുയൽക്കുട്ടൻ. ഹിസ് ഷോപ്പ് വാസ് ഫിൽഡ് വിത്ത് ഫ്രഷ് വെജിറ്റബിൾസ് ലൈക്ക് ക്യാരറ്റ്, കാബേജ്, പംകിൻ, ബിറ്റർ ഗാർഡ് ആൻഡ് സ്പിനാച്ച്. അപ്പം അവൻ്റെ കട ഫ്രഷ് വെജിറ്റബിൾസ് കൊണ്ടിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കടയായിരുന്നു. അതായത് ക്യാരറ്റ്, കൈപ്പയ്ക്ക, അതുപോലെ തന്നെ ക്യാബേജ്, മത്തങ്ങ, സ്പിനാച്ച് എന്നീ സാധനങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കടയായിരുന്നു. വൺ ഡേ ചിന്നു എ ലിറ്റിൽ ഗേൾ കെയിം ടു ഹിസ് ഷോപ്പ് ടു ബൈ സം വെജിറ്റബിൾസ്. അപ്പോൾ ഒരു ദിവസം ചിന്നു എന്ന് പറയുന്നൊരു കുട്ടി അവൻ്റെ കടയിലേക്ക് വെജിറ്റബിൾസ് വാങ്ങിക്കാൻ വേണ്ടി എത്തി. ഹി നോട്ടീസ്ഡ് ചിന്നു ഹോൾഡിങ് സംതിങ്. ഹി കുഡിൻ മേക്ക് ഔട്ട് വാട്ട് ഇറ്റ് വാസ്. അപ്പം ചിന്നുവിൻ്റെ കയ്യിലൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താന്ന് നമ്മുടെ ഈ ഒരു കിച്ചുവിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഓ മൈ ഫ്രണ്ട് കിച്ചു, മൈ ഫാദർ ഡസൻ ഹാവ് എനി മണി വിത്ത് ദം, ബട്ട് വി വാണ്ട് സം വെജിറ്റബിൾസ്. പ്ലീസ് കീപ് ദിസ് മിറർ വിത്ത് യു ആൻഡ് ഗിവ് മീ സം പംകിൻസ്, ക്യാരറ്റ് ആൻഡ് ബീൻസ്. വെൻ മൈ ഫാദർ ഗെറ്റ്സ് മണി ഐ വിൽ പേ യു ആൻഡ് ടേക്ക് ദ മിറർ ബാക്ക്. ഓക്കെ, ചിന്നു സാഡ്. അപ്പം ചിന്നു പറയാണ് അവളുടെ കയ്യിലിപ്പം പൈസ ഇല്ല, അതായത് അവളുടെ അച്ഛൻ്റെ കയ്യിലിപ്പോൾ പൈസ ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം അവളുടെ കയ്യിലുള്ള ആ ഒരു മിറർ തരാം, എനിക്ക് വേണ്ടപ്പെട്ട ക്യാരറ്റും ബീൻസും പംകിൻസും ഒക്കെ ഒന്ന് തരണം, എൻ്റെ അച്ഛൻ്റെ കയ്യിൽ പണം കിട്ടിയതിന് ശേഷം ഞാൻ നിനക്ക് അത് പൈസയായിട്ട് തരാം എന്നാണ് പറയുന്നത്. അതായത് മിറർ, അതായത് കണ്ണാടി കൊടുത്തിട്ട് തൽക്കാലത്തേക്ക് വെജിറ്റബിൾസ് വാങ്ങാൻ വന്നതാണ് ചിന്നു. അവളുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല, അവളുടെ അച്ഛന് പൈസ കിട്ടിയിട്ട് അത് പൈസയായിട്ട് ഈ ഒരു കിച്ചുവിന് കൊടുക്കുക എന്നാണ് പറയുന്നത്. കിച്ചു ടുക്ക് ദ മിറർ ഫ്രം ഹർ ആൻഡ് കെയർഫുള്ളി പ്ലേസ്ഡ് ഇറ്റ് ഇൻ എ കോർണർ ഓഫ് ദ ഷോപ്പ്. അപ്പം അവളുടെ കയ്യിൽ നിന്നും ആ ഒരു കണ്ണാടി വാങ്ങിയിട്ട് ഒരു എന്താ പറയുക, ശ്രദ്ധയോടെ അത് ഷോപ്പിലെ ഒരു ഭാഗത്ത് അവിടെ കൊണ്ടുവച്ചു. ഹി ഗേവ് ഹർ ഓൾ ദ വെജിറ്റബിൾസ് ഷീ വാണ്ടഡ്. ചിന്നു വെൻ ബാക്ക് ഹോം ഹാപ്പിലി. അപ്പം എന്നിട്ട് അവൾക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ കൊടുത്തു. അങ്ങനെ അവൾ സന്തോഷത്തോടെ അവളുടെ വീട്ടിലേക്ക് പോയി. അപ്പം അതിനുശേഷം എന്ത് പറ്റിയെന്ന് നോക്കാം. കിച്ചു ടുക്ക് ഔട്ട് ദ മിറർ ആൻഡ് ലുക്ക്ഡ്. അപ്പോൾ കിച്ചു ആ കണ്ണാടി എടുത്തിട്ട് അതിലേക്ക് നോക്കി. ഹേയ്, വാട്ട്സ് ദിസ്? ഹൂ ഈസ് ദിസ് ഇൻ ദ മിറർ? അപ്പം അവന് കണ്ണാടിയിലൊക്കെ നമുക്ക് നമ്മളെ തന്നെ കാണാമല്ലോ. അപ്പം അവനിങ്ങനെ പറയാണ്, ഇതെന്താ ഇതിൻ്റെ ഉള്ളിലുള്ളത്? ഹി വാസ് പ്ലീസ്ഡ് ടു സീ ഹിസ് ഓൺ ഇമേജ് ഇൻ ദ മിറർ. അപ്പം അവൻ അവൻ്റെ തന്നെ ആ ഒരു ഇമേജ് കണ്ണാടി കണ്ടിട്ട് അവൻ വിചാരിക്കുക ഇതെന്താണ് ഈ ഒരു സാധനം എന്ന്. ഐ ആം ഓൾസോ ഹാൻസം, ഹി വണ്ടേർഡ്. അപ്പോൾ അവന് മനസ്സിലായി അവൻ അവനെ തന്നെയാണ് കണ്ടതെന്ന്. അതുകൊണ്ട് ഞാൻ ഇത്രയും സുന്ദരനായിരുന്നോ എന്നൊക്കെ ആലോചിക്കുകയാണ്. ഹീ സ്റ്റാർട്ടഡ് ഡാൻസിങ് വിത്ത് ജോയ്. അപ്പോൾ സന്തോഷം കൊണ്ട് അവനിങ്ങനെ ഡാൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി ഇത് കണ്ടിട്ട്. ഫ്രം ദെൻ ഓൺ എവറി മോർണിംഗ് ഹി വുഡ് ബ്രഷ് ആൻഡ് ക്ലീൻ ഹിസ് ഫേസ് ലുക്കിംഗ് ഇൻ ദ മിറർ. ഡേയ്സ് പാസ്റ്റ്. അപ്പോൾ മിറർ കിട്ടിയതോടെ അവൻ എല്ലാ ദിവസവും ബ്രഷ് ചെയ്യുന്നതും മുഖം വാഷ് ചെയ്യുന്നതൊക്കെ കണ്ണാടിയിൽ നോക്കിയിട്ടാക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയാണ്. കുങ്കൻ വോഫ് സ്റ്റാർട്ടഡ് വിസിറ്റിംഗ് ദ ലിറ്റിൽ മാർക്കറ്റ്. ഹി അറ്റാക്ക് ഓൾ ദ എനിമൽസ് ഇൻ ദ മാർക്കറ്റ്. അപ്പം പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ കുങ്കൻ എന്ന ഒരു ചെന്നായ അവിടെ എത്തുകയാണ്. എന്നിട്ട് ആ ഒരു ചെറിയ ലിറ്റിൽ മാർക്കറ്റിലേക്ക് എത്തി. നമുക്കറിയാം ലിറ്റിൽ മാർക്കറ്റിലാണ് നമ്മുടെ കിച്ചുവിൻ്റെ ഷോപ്പും ഉള്ളത്. അപ്പം അവിടെ എത്തിയിട്ട് അവിടെയുള്ള അതായത് അവിടെയുള്ള എനിമൽസിനൊക്കെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് ഈ ഒരു കുങ്കൻ വോൾഫ്, അതായത് കുങ്കൻ എന്ന് പറയുന്ന ചെന്നായ. ദ ഡീർ, റാബിറ്റ്, ഡോങ്കി ആൻഡ് ഓൾ ദ അതർ എനിമൽ വേർ ടെറിഫൈഡ്. അപ്പം അവിടെയുള്ള എല്ലാ എനിമൽസിനും ഒരു പേടി വരാൻ തുടങ്ങി. കാരണം ഇത് അറ്റാക്ക് ചെയ്യാണല്ലോ ഇവരൊക്കെ. ഹൗ ക്യാൻ ദേ എസ്കേപ്പ് ഫ്രം ദിസ് അറ്റാക്ക്? അപ്പം അവരെങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും? ദേ സ്റ്റാർട്ടഡ് തിങ്കിങ്. അവരിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. ബട്ട് കുഡ് നോട്ട് ഫൈൻഡ് എ വേ ഔട്ട്. അപ്പം അവർക്കൊരു എന്താ പറയുക, വഴിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. വൺ ഡേ കുങ്കൻ വോഫ് കം ടു കിച്ചു റാബിറ്റ്സ് ഷോപ്പ്. അപ്പം ഒരു ദിവസം അങ്ങനെ കുങ്കൻ ചെന്നായ നമ്മുടെ കിച്ചു മുയലിൻ്റെ ഷോപ്പിലേക്ക് എത്തി. ഹേയ് കിച്ചു, ഐ വിൽ ക്രഷ് യു ആൻഡ് ഈറ്റ് യു അപ്പ്. അങ്ങനെ കിച്ചുവിനോട് പറയാണ്, കിച്ചു, ഞാൻ നിന്നെ ചതച്ച് തിന്നാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. ദ ആനിമൽസ് വേർ ഫ്രൈറ്റൻ ആൻഡ് മോസ്റ്റ് ഓഫ് ദം റാൻ അവേ. അപ്പം ഇത് കേട്ടിട്ട് കുറേ ആനിമൽസ് പേടിച്ച് ഓടിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. സഡൻലി കിച്ചു ഗോട്ട് എൻ ഐഡിയ. അപ്പോൾ പെട്ടെന്ന് കിച്ചുവിന്, അതായത് നമ്മുടെ ഒരു കിച്ചു മുയലിന് ഒരു ഐഡിയ തോന്നി. മൈ ഫ്രണ്ട്
ഡോണ്ട് ട്രൈ യുവർ ട്രിക്ക് ഓൺ മീ ഇഫ് യു വാണ്ട് ടു ലീവ് ഗോ അവേ ഫ്രം ഹെർ. അപ്പം കിച്ചു നമ്മുടെ ചെന്നായനോട് പറയാണ്, എൻ്റെ സുഹൃത്തെ, നിൻ്റെ കളിയൊന്നും ഇവിടെ ഇരിക്കണ്ട, നിനക്ക് ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് വിട്ടോന്ന്. വാട്ട് വിൽ യു ഡു, വോഫ് ആസ്ക്ഡ്. അപ്പം ചെന്നായ ചോദിക്കുകയാണ്, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഐ കാൺ ഡു എനിത്തിങ് ബട്ട് മൈ ഫ്രണ്ട് ജിക്കു ദ വോഫ് ഈസ് ഹൈഡിങ് ഇൻസൈഡ് മൈ ഷോപ്പ്. ഹി വിൽ സ്മാഷ് യു ഇൻ ടു പീസസ്. വുഡ് യു ലൈക്ക് ടു സീ ഹിം, കിച്ചു റാബിറ്റ് ആസ്ക്ഡ്. അപ്പം നമ്മുടെ കിച്ചു റാബിറ്റ് പറയാണ്, എൻ്റെ ഫ്രണ്ട് ഒരു ചെന്നായുണ്ട്, ജിക്കു എന്നാണ് അവൻ്റെ പേര്, അവന് ഈ കടൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്, അവൻ നിന്നെ എന്താ പറയുക പീസസ് ആക്കി കളയും, കഷ്ണങ്ങളാക്കി കളയും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിനക്ക് അവനെ കാണണോ എന്ന് നമ്മുടെ കിച്ചു ആ ഒരു കുങ്കൻ ചെന്നായയോട് ചോദിച്ചു. യെസ്, ഷോ മീ യുവർ ജിഗു, കുങ്കൻ വോഫ് ഡിമാൻഡഡ്. അപ്പം എന്നാൽ പിന്നെ നിൻ്റെ ഫ്രണ്ടിനെ ജിഗുവിനെ ഒന്ന് കാണിച്ചാന്ന് ഈ ഒരു കുങ്കൻ ചെന്നായ പറഞ്ഞു. കിച്ചു റാബിറ്റ് ടേൺ ആൻഡ് പിക്ക്ഡ് അപ്പ് ദ മിറർ. അപ്പം കിച്ചു എന്താക്കി, ആ മിറർ എടുത്തു. ഹീ ബ്രൗട്ട് ഇറ്റ് ടു ദ ഫേസ് ഓഫ് കുങ്കൻ വോഫ്. ലുക്ക് ഹിയർ, ഹീ ഈസ് ജിഗു, കിച്ചു സെഡ്. അപ്പം അങ്ങനെ ഇവൻ എന്താക്കി, ആ മിറർ ഉണ്ടല്ലോ, അപ്പം അതെടുത്തിട്ട് ഈ കുങ്കന് നേരെ നീട്ടി പിടിച്ചു കൊടുത്തു. അപ്പം സ്വാഭാവികമായിട്ടും കുങ്കനെ തന്നെ കണ്ടു. ഓ വാട്ട് എ ടെറിബിൾ ഫെല്ലോ ഈസ്. അപ്പം ഇതേതാ എന്താ പറയുക തെറിച്ചൊരു ചെക്കൻ, അല്ലെങ്കിൽ ഇതാരാ ഒരു വലിയ ആൾ, അതായത് ഇവൻ്റെ ഇമേജ് കണ്ടിട്ട് തന്നെയാണ് അവനങ്ങനെ പറയുന്നതെന്ന് അവനക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഇതാര് എന്ന് പറഞ്ഞിട്ട് അവനങ്ങ് ഞെട്ടിപ്പോയി. ഇഫ് ഹീ കംസ് ഔട്ട് ഹീ വിൽ ഫിനിഷ് മീ, സീ ഹിസ് ഓൺ ഇമേജ്. അപ്പം അവൻ്റെ തന്നെ അതായത് അവനിങ്ങനെ മിററിൽ കണ്ടിട്ട് പറയണം, ഇതേതാ ആൾ, ഇപ്പോൾ ഇവന് അങ്ങ് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ തീർത്ത് കളയല്ലോ എന്നിങ്ങനെ കുങ്കനിങ്ങനെ പറഞ്ഞു. കുങ്കൻ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് ദ റിയൽ ജിഗു വോഫ്. അപ്പം കുങ്കൻ വിചാരിച്ചെന്താ, അത് അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജിഗു വോഫാണെന്ന്. കുങ്കൻ വോഫ് റാൻ അവേ ആസ് ഫാസ്റ്റ് ആസ് ഹീ കുഡ്. അപ്പം അവന് പറ്റുന്ന വേഗത്തിൽ അങ്ങ് ഓടിക്കളഞ്ഞു. ഹീ നെവർ കെയിം ബാക്ക് അഗെയിൻ. അപ്പം പിന്നീട് അവന് ഒരിക്കലും തിരിച്ചും വന്നിട്ടില്ല. കിച്ചു ബിക്കേം എ റിയൽ ഹീറോ, ഓൾ ദ എനിമൽസ് ബിക്കം ഹാപ്പി. അപ്പം കിച്ചു എന്തായി, ഈ ഒരു എന്താ പറയുക ഈ ഒരു എന്താ പറയുക കാര്യത്തോടു കൂടെ നമ്മുടെ കിച്ചു അവിടെയുള്ള ഒരു ഹീറോ ആയി മാറുകയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള അനിമൽസിലൊക്കെ നല്ല സന്തോഷമാവുകയും ചെയ്തു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുഞ്ഞു സ്റ്റോറി. അപ്പം എല്ലാവർക്കും മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ബാക്കി എന്താ പറയുക ഇതിൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ഇടാം. അപ്പം ഇതിലിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലോങ് ആവും. അപ്പം ഷോർട്ട് വീഡിയോസാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.